പിമാർക്കുള്ള പ്രസ്ഥാനമായിട്ട് ഈ പ്രസ്ഥാനം നശിച്ച് നാമാവശേഷമായി കുലശേഖരപുരത്തും കരുനാഗപ്പള്ളിയിലും. എന്റെ വനിതാ സഹാക്കൾക്ക് മാനം മര്യാദയായിട്ട് അന്തസ്സോടെ ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത്. എന്റെ കൈ പിടിച്ച് കമ്പിക്കകത്ത് വെച്ച് വളച്ചത്. നേതാക്കളെ അവരെ കണ്ടില്ലേ തിട്ടൂര്, അവരതിന്റെ കൂട്ടിരിക്കുന്ന ആൾക്കാരായിട്ട് വന്ന്. ഞാൻ പാർട്ടി മെമ്പറാണ്, CITയുടെ ജില്ലാ കമ്മിറ്റിയാണ്. ഞാൻ സമ്മേളന പ്രതിനിധിയല്ല, മനസ്സിലായില്ലേ? അവരെ തിട്ടൂര് അതാണ്. അവർക്ക് ചില ബിനാമി വർക്ക് ചെയ്യുന്ന പെണ്ണുങ്ങളും ആണുങ്ങളും മതി ഇവിടെ, മനസ്സിലായില്ലേ? പെണ്ണുപിടുത്തക്കാരുടെ ഈ പ്രസ്ഥാനത്തെ രക്ഷിക്കണമെന്ന് മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ. ഞങ്ങൾക്ക് പ്രസ്ഥാനം വേണം. ഞങ്ങൾ CPMന്റെ കൊടി പിടിച്ച് വളർന്നു വന്നവരാണ്. ഞങ്ങൾക്ക് ഇവിടെ പ്രസ്ഥാനം വേണം. ആ പ്രസ്ഥാനത്തെ നിലനിൽപ്പിന് വേണ്ടിയാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. ഇവിടെ ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഉണ്ട്. വളരെ പുള്ളിയാണെങ്കിൽ ഞങ്ങൾക്കൊന്നും ഇതുവരെ ഒരു പാർട്ടി മെമ്പർഷിപ്പിൽ ഇരിക്കുന്ന ഒരു സഖാവെന്ന ഒരു പരിഗണന ഇന്നേ വരെ തന്നിട്ടില്ല. ഈ 10 വർഷക്കാലം ഞങ്ങൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വന്നു കഴിഞ്ഞാൽ പുള്ളി അത് തരീക്കത്തില്ല. അതുകൊണ്ട് എനിക്ക് പാർട്ടി മെമ്പർഷിപ്പ് വേണ്ട, ഇങ്ങനെ പോയാൽ എനിക്ക് പാർട്ടി മെമ്പർഷിപ്പ് വേണ്ട, എന്നെ ഒഴിവാക്കിയോട്ടെ. പക്ഷെ ഞാൻ 21 വർഷമായിട്ട് ഈ പാർട്ടിയിൽ നിന്ന് കഷ്ടപ്പെടുക. പല ത്യാഗങ്ങൾ ഈ പാർട്ടിക്ക് വേണ്ടി അനുഭവിച്ചു, പല മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങി. എന്നിട്ടൊക്കെ ഉള്ളിൽ വേദനയുണ്ട്. ഈ പാർട്ടി നന്നാവണമെന്ന് വിചാരിച്ച് 10 വർഷം കൊണ്ട് മിണ്ടാതിരിക്കുക, പുറത്തേക്ക് പോകും. ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് ഇവരുടെ ഇടപെടൽ. ശക്തമായ എതിർത്ത് ഇത്രയും പെണ്ണുപിടിയന്മാരെ പിടിച്ച് ഈ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ വെച്ച് ഞങ്ങൾ സഹിക്കണോ? ഞങ്ങൾ സ്ത്രീകൾ ഈ പ്രസ്ഥാനത്തില്ല. ഞാൻ കൂടുതൽ പറയുന്നില്ല, കാരണം ഇതെങ്ങനെ സഹിക്കും? നേതൃത്വം വന്നിട്ട് ഞങ്ങൾ ആവുന്നത്ര തെളിവുകൾ കൊടുത്ത് ഇവിടുത്തെ മോശം ഇത് NSന്റെ നാടാണ്, ഇത് CPM ആണ്. അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തെളിവുകൾ പുറത്തൊന്നും കൊടുക്കാതെ ഇത്രയും കൊള്ളരുതായ്മകൾ നടത്തിയ പ്രസ്ഥാനത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ ആവുന്നത്ര ഞങ്ങൾ പരാതികൾ കൊടുത്തു, അടി മുതൽ മുടി വരെ. പക്ഷെ ഈ ഇത്രയും കൊള്ളരുതാത്തവന്മാരെ ഒരു കൊലപാതകയാണെങ്കിൽ പോലും പ്രസ്ഥാനത്തെ സംരക്ഷിക്കാം. അതിലും മോശപ്പെട്ട CPM എന്ന ഭരണഘടനയ്ക്ക് അനുയോജ്യമല്ലാത്ത പ്രവർത്തനം ചെയ്യുന്ന ഇവരെ പോലുള്ളവരെ നേതൃത്വത്തിൽ കൊണ്ടുവന്ന ഞങ്ങളാരും അനുസരിക്കത്തില്ല. ഞങ്ങൾ കുഞ്ഞുനാൾ മുതൽ SFIയിലൂടെ വന്നവര് വനിതകളായത്. കണ്ണൊന്നും അറിയത്തില്ല. ഇത് CPMൽ കൊടുത്തവരാ. അപ്പൊ ഞാൻ കണ്ണു പറയുന്നത് എന്തിനാ? എനിക്ക് കണ്ണു അറിയത്തില്ല. എന്നെ പുറത്താക്കിയാലോ അല്ലെങ്കിൽ എന്നെ രണ്ടടിച്ചാലോ എന്റെ കണ്ണു അറിയത്തില്ല സഹോദരന്മാരെ. ഞാൻ CPMലൂടെ വളർന്നു വന്നതാ. CPMന്റെ ഓരോ രക്തസാക്ഷി കുടുംബത്തിലുള്ളവളാ ഞാൻ. ആരോപണമല്ല, സ്ത്രീ പീഡനം ചെയ്യുന്നവനെ ഞങ്ങൾ ശക്തമായി എതിർത്തു. ഞങ്ങൾ എതിർത്തിട്ട് ഞങ്ങൾക്കൊരു വിലയില്ല. ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി അംഗം പറഞ്ഞ് ഇത്രയും ചെയ്തിട്ട് മതിയായില്ലയോ? നിങ്ങൾക്ക് ഞാനൊരു ബഹുമാനം തന്ന ഒരു വ്യക്തിയാണ്, നിങ്ങളാണോ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയെന്നാ എന്നോട് ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി അംഗം ചോദിച്ചത്. മാറിയിരുന്നേ. നിങ്ങൾ എന്തിനാ പൂട്ടിയിട്ടത് ചേച്ചി? നിങ്ങൾ ഭാര്യ ഈ പ്രസ്ഥാനത്ത് വരുന്നില്ല. സഹോന്റെ ഭാര്യ ജോലി മാത്രമേ ചെയ്യുന്നുള്ളൂ. ഞങ്ങൾ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ചോര നീരൊഴിച്ച് പാല് കുടിക്കുന്ന കുഞ്ഞുങ്ങളെ വരെ കളഞ്ഞിട്ട് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ചോര നീരൊഴുക്കി. ഞങ്ങൾക്കൊരു സ്ഥാനം വേണ്ട, ജോലി വേണ്ട, ഒന്നും വേണ്ട. പക്ഷെ മാന്യമായിട്ടുള്ള പ്രസ്ഥാനം മാത്രം മതി. മാന്യമായിട്ടുള്ള CPM ആയിരിക്കണം. CPIM എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ തത്വശാസ്ത്രത്തിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കണം. എന്നെ നാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കട്ടെ. അതാ പറഞ്ഞത്. എനിക്കതല്ല, ഞാൻ നിന്നാൽ ശരിയാവത്തില്ല. നിങ്ങൾ സഹോദരന്മാർ പോയിക്കോ. ഇവിടെ ഈ പാർട്ടി നേതൃത്വം വന്നിരുന്നിട്ട് കാണിച്ചത് യാതൊരുവിധ ജനാധിപത്യ മര്യാദയുമില്ലാതെ ഏകപക്ഷീയമായി PR വസന്തന്റെ തീട്ടൂരം നടപ്പാക്കാൻ വേണ്ടി മാത്രം വന്ന നേതൃത്വമാണ് ഇവിടെ. അവരിവിടെ വന്നിരുന്നു കൊണ്ട് ഇവിടെ നടത്തിയ ഒട്ടും ഈ ഏതാണ്ട് 55ഓളം പ്രതിനിധികൾ, ഏതാണ്ട് 82 പേര് പങ്കെടുത്ത 50ഓളം പ്രതിനിധികൾ അതിനെ എതിർത്തോണ്ട് നിന്ന ആകെ കൈവക്കിയത് ആകെ 20-22 പേരാ. അവർ ഭൂരിപക്ഷമായിട്ട് അംഗീകരിച്ചുകൊണ്ട് ഇവിടെ ഏകപക്ഷീയമായ ലോക്കൽ സെക്രട്ടറി തെരഞ്ഞെടുത്തു. യാതൊരു കാരണവശാലും അനുവദിക്കത്തില്ല. 12 മണി കഴിഞ്ഞാൽ പിന്നെ ഇദ്ദേഹം ഫോൺ എടുക്കത്തില്ല. പിന്നെ 4 മണി കഴിഞ്ഞാൽ ഫോൺ എടുക്കത്തുള്ളൂ. മദ്യത്തിന് അടിമയായ ഇതാണ് ഇത്രയും കാലം ഈ ലോകം പറ്റിയത്. ഇദ്ദേഹത്തെയാണ് ഇദ്ദേഹം ഇവിടെ വെച്ച് ഉറപ്പിച്ചുകൊണ്ടിരുന്നത്. ഇത് പിന്തുടർച്ചക്കാരനായി കൊണ്ടുവന്നത് ഒരു പെണ്ണുപിടിയനെയാണ് പിന്തുടർച്ചക്കാരനായി കൊണ്ടുവന്നിരിക്കുന്നത്. കുലശേഖരത്തെ സംബന്ധിച്ചിടത്തോളം ഇത് കുലശേഖരത്തെ സംബന്ധിച്ചിടത്തോളം എക്കാലത്തും ഈ പിന്നെ രാജീവ് ഗാന്ധിയുടെ മരണ സമയത്ത് പോലും 15,000 വോട്ടിലെ ഭൂരിപക്ഷം നേടിയ സ്ഥലമാണ് ആ ഒരു സഹതാപനോടാണ് കുലശേഖരപുരം. ആ കുലശേഖരത്തിൽ നിന്ന് പാർട്ടി പിന്നോട്ട് പോയിരിക്കുകയാണ്. 18 പിന്നെ ബ്രാഞ്ച് കമ്മിറ്റികളിൽ 18 ബൂത്തുകളിൽ 6 മാത്രമാണ് പാർട്ടിക്ക് ലീഡുള്ളത്. ഈ ലോക്കൽ സെക്രട്ടറി ഉൾപ്പെടെ ഉള്ള BJP ആണ് ഒന്നാമത് വന്നത്. ഇവിടെ പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ വേറോട്ടുള്ള സ്ഥലമാണ് NSന്റെ നാട്ടിൽ NSന്റെ വീട് നിൽക്കുന്നിടത്ത് ഈ പാർട്ടി 3-ാം സ്ഥാനത്തേക്ക് പോയി. അതൊന്നും കണ്ട് ഈ നേതൃത്വം പഠിക്കുന്നില്ല. ജില്ലാ നേതൃത്വം, സംസ്ഥാന നേതൃത്വം ഉൾപ്പെടെ എല്ലാം അറിയിച്ചിട്ടുണ്ടെങ്കിൽ പരാതികളൊക്കെ പോയിട്ട് ആ പരാതികളെല്ലാം ചവിട്ടുകൊട്ടയിലടിയാണ് ചെയ്യുന്നത്. ഇവിടെ കഴിഞ്ഞ ലോക്കൽ സെക്രട്ടറി CP ഉണ്ണി, ആ CP ഉണ്ണിയുടെ മരണമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഒരു ലോക്കൽ കമ്മിറ്റി മെമ്പർ മൊഴി മാറ്റി കൊടുത്തു. ആ ലോക്കൽ കമ്മിറ്റി പോലീസിന് കൊടുത്ത മൊഴി ആ സഖാവിനെ ഇടിച്ചു കൊന്നത് ഞാൻ കണ്ടുവെന്നാ. ആ വണ്ടി കൊണ്ട് ഇടിച്ചാളിനെ ഞാൻ അറിയുമെന്ന് പറഞ്ഞ് മൊഴി കൊടുത്തു. ആ മൊഴി കൊടുത്തത് കോടതിയിൽ വന്നപ്പോൾ വിചാരണ സമയത്ത് ആ ലോക്കൽ കമ്മിറ്റി കൊടുത്ത മൊഴി എന്തുവാ? ഞാൻ ഇയാളെ കണ്ടിട്ടില്ല, ഞാൻ അറിയില്ല,
വണ്ടി ഇടിച്ചുകൊണ്ടോ എന്ന് അറിയില്ല. അപ്പുക്കുട്ടൻ എന്ന് പറഞ്ഞ ആള് അതിനകത്ത് നടന്ന സംഭവം വെച്ചാൽ ഏകപക്ഷീയമായി, അതായത് ഒരു കാരണവശാലും ഈ പാർട്ടി ജനാധിപത്യം അനുവദിക്കില്ല, തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഒരു അജണ്ട ഇതിന് വെച്ചിട്ടുണ്ട്. ആ തെരഞ്ഞെടുപ്പ് ഒരു കാരണവശാലും നടത്താൻ അനുവദിക്കില്ല എന്നുള്ള ഒരു അജണ്ടയോടുകൂടിയാണ് ഈ നേതൃത്വം, സംസ്ഥാന കമ്മിറ്റി മെമ്പർമാർ ഉൾപ്പെടെയുള്ള നേതൃത്വം ഇവിടെ വന്നത്. ആ നേതൃത്വം അത് നടപ്പാക്കി അവർ കൊണ്ടുപോയി എന്നുള്ളതാണ്. PR വസന്തിന് വേണ്ടി അത് നടപ്പാക്കി അവർ എടുത്തു. ഇത് നേരത്തെ ഞങ്ങൾക്കറിയാം. ആദ്യമേ ഒരു സമ്മേളനം നടന്ന് ഇത് നിർത്തിവെച്ച സമ്മേളനമാണ്, അത് തുടർ സമ്മേളനമാണ്. ഇതിങ്ങനെ നടക്കുമെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും ജനം ഇവിടെ തടിച്ചുകൂടി അവരെ പൂട്ടിയിടുന്ന ഘട്ടത്തിലേക്ക് എത്തിയത്. അവർ കഴിഞ്ഞ് കാശ് മേടിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ കൂടെ നിൽക്കുന്നവരാണല്ലോ കയ്യേറ്റം ചെയ്തത്. അല്ലാതെ ആരും നിങ്ങളെ കയ്യേറ്റം ചെയ്തില്ലല്ലോ. ഇല്ല, ആരെങ്കിലും ഒറ്റപ്പെട്ട 1-2 പേര് നിങ്ങളെ കയ്യേറ്റം ചെയ്തതാണ്. ഇവിടെ ഒരു മര്യാദ ഇതിനകത്തുണ്ടായില്ല. കാരണം തെരഞ്ഞെടുപ്പ് നടത്തുക, ഭൂരിപക്ഷ അഭിപ്രായത്തെ മാനിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടന്നു, ഈ കമ്മിറ്റി ഭൂരിപക്ഷം തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ആ കമ്മിറ്റി അനുസരിച്ചുകൊണ്ട് നാളെ മുതൽ പാർട്ടി പ്രവർത്തനം നടത്താൻ ഞങ്ങൾ തയ്യാറാണ്. നാളെയും ഞങ്ങൾ CPM ആയിരിക്കും. ഞങ്ങളെ ആരും പുറത്താക്കിയാലും നാളെയും ഞങ്ങൾ CPM ആയിരിക്കും, മരിക്കുമ്പോഴും CPM ആയിരിക്കും. എൻ്റെ ചോദിച്ചു ഏത് സഹായം ഏത് വാണിജ്യ കമ്മിറ്റി അംഗമാണ് സഹായം, ഞാൻ പേഴ്സ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതിൽ എന്ത് നടപടി ഉണ്ടായാലും വിഷയമൊന്നുമില്ല. പഞ്ചായത്ത് മെമ്പറായത്, ഇതൊരു പഞ്ചായത്ത് മെമ്പറായിരുന്നു. പാർട്ടി നശിച്ചു. ഇവിടെ ഞങ്ങൾ ഇനി പാർട്ടി നിൽക്കില്ല. ടാഗ് ഇട്ടുണ്ട് ഇങ്ങനെ പറയുന്നതിൽ വിഷമമില്ലേ? എന്താ വിഷമം? ഞങ്ങളുടെ വിഷമം കൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾക്ക് വിഷമമേ ഉള്ളു. നേതൃത്വം ഇടപെട്ട് ഇത് മാറ്റേണ്ടതുണ്ട്. മാറ്റുന്നില്ലല്ലോ. നേതൃത്വം അവർക്ക് കൂട്ടിക്കുമല്ലോ. അതെന്താ കാരണം? അവർക്ക് എന്തായാലും ഇതിനകത്ത് ലാഭം കാണും.